മോനോ ബാഗ് വിട്ട് കിടക്കാൻ. ഹലോ ബ്രോ, ഹലോ ബാഗ് ഊരണേ. ബാഗ് ഊരില്ലെങ്കിൽ തലതല്ലി ഞാൻ വിളിക്കുവേ. ബാഗ് ഊരണേ ബ്രോ. ബോബോയ് പിന്നിട്ടേക്കുന്ന മൂഞ്ചാനാണോടാ? ബോബോയ്ക്ക് മാത്രം മതി ബാഗ്. പേരെന്താ നിന്റെ പേരെന്താ? അതെന്ത് പേര്? ഒരു പേരാണ്. എന്താടാ ഗ്യാങ്ങാണോടാ? എന്താടാ ആ ചുണ്ടൊക്കെ അങ്ങ് വലുതായ മാസ്ക് ഒക്കെ ഇട്ട് കിടക്കുന്നേ? എന്താണ് നിന്റെ പരിപാടി? ജോലി എന്താണ്? വായൊക്കെ അങ്ങ് വലുതായി. വാ മറക്കുന്ന ജോലിയാ. ഗ്യാങ്ങാണോടാ? കേട്ടില്ലേ? ഗ്യാങ്ങാണോന്ന്? ഏത് ഗ്യാങ്ങാ? ആണെങ്കി ആ മൂലക്കേട്ട് കുരിഞ്ഞ് കേട്ടാ പോവാ. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നീ ആ പാലത്തിന്റെ അടിയിൽ പോയിട്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ഇഷ്ടപ്പെടുന്നവര് വരുന്നവരെ നീ ആ പാലത്തിന്റെ ഇല്ല നമ്മള് കുനിഞ്ഞ് നിക്കാറില്ല. എനിക്ക് എന്റെ പരിപാടി അല്ലടാ. എനിക്കില്ല. നീയല്ലേ വായു മറച്ച് നടക്കണേ. കണ്ടവന്മാരുടെ ബാഗ് വിട്ട് വായു മറച്ച് നടക്കണ. പോടാ പോയി നിന്റെ സ്വന്തം പണി നോക്കണ. സ്വന്തം സാമാനെ വളച്ച് വെച്ച് നീ നടക്ക്. ഈ സൈഡിൽ ഇന്നലെ തീട്ടങ്ങളെ അടിച്ചാ ഇന്നലെ തീട്ടങ്ങളെ അടിച്ചാടാ. വിടറാ ഇന്നലെ തീട്ടങ്ങളെ അടിച്ചതാ. മാസ് ഇഷ്ടപ്പെട്ടോടാ? ആ തീട്ടെന്നാ പറയിക്കോടെ ഓടി കിടക്കണ്. വാടാ കിട്ടിയല്ലടാ. സാമാനുണ്ടല്ലടാ വളച്ച് വായി വെച്ചങ്ങ് ചൂപ്പ് കേട്ടടാ. വായി വെച്ച് ചൂപ്പ് ഇതിന് ഭേദാണ് കേട്ടടാ. നീ വായി വെച്ച് ചൂപ്പിയാണ് നിന്റെ വാ ഇങ്ങനെ. ഗ്യാങ് പോലല്ല ഗതികേട് കേട്ടടാ. നമ്മളാരും വാ മറച്ച് കിടക്കണില്ല. നീ വാ മറച്ച് കിടക്കണം. നിന്റെ ഗതികേട് കിടക്കുന്നവനെ പോടാ. കിട്ടിയ വാക്കിന് പോയ മര്യാദക്ക് ലിഫ്റ്റ് വരാൻ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ മുടയാണല്ലേ. കേക്കാവോടെ എന്നെ മ്യൂട്ട് ചെയ്താടാ. കൂളിനോടൊന്നുമല്ല. എന്താണ് പറയുന്നത്? നിനക്ക് അടിക്കണോടാ അവനെ? എനിക്ക് അടിക്കണ്ട. കണ്ട തീട്ടത്തിനൊക്കെ അടിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുള്ള. അയ്യോ അറിയാതാണ് ബ്രോ. അയ്യോ സോറി. അയ്യോ ബ്രോ ഇത് മനഃപൂർവ്വമാണ് ബ്രോ. സോറി. ബാഗ് വരില്ലല്ലോ പുണ്ടച്ചി മോൻ. പൊലയാടി അടിയാ പോയി സേഫ് സോണിൽ കയറാൻ. എന്തിനാ അവനെ അടിച്ചേ? അല്ല സേഫ് സോണി ഓടി കയറുന്നവൻ. നീയല്ലേ അടിക്കാനേ? കത്തിച്ചേര ഓർമ്മ കാണത്തില്ല. കത്തിച്ചേര വാണിഫയർ കൊടുത്തേ. മേളിലോട്ട് 3 വാണിഫയർ കൊടുത്തേ. എന്നിട്ടാണ് അടിച്ചത്. ആ മോനെ പോയിട്ട് വാ. റീസ്പോൺ അടിച്ചോടാ. വളർന്നിട്ട് ബാഗൊക്കെ ഇടാൻ കേട്ടാ. നിന്നേക്കാ 4-5 വർഷം മുന്നേ ബാഗ് ഇട്ട് തുടങ്ങിയത്. അത്രയെങ്കിലും വളരെ. എന്നിട്ട് നമുക്ക് ബാഗ് ഇടാൻ കേട്ടാ. പോയി നീ ഇപ്പൊ പോ. ഈ ബാഗിന്റെ പേരിലൊക്കെ വള്ളി എടുക്കണമായിരുന്നോടാ. ഞാനല്ലല്ലോ എടുത്ത്. നീ പണ്ട് വില്ലുമോനെ ഇതുപോലെ നമ്മൾ അടിച്ചോന്ന് കത്തിച്ചല്ലേ. അവൻ പോട്ടെ. ഏതായാലും കത്തിച്ചു. ഇനി പോയിട്ട് വാ. ബ്രോ റീസ്പോൺ അടിക്കണേ. ബ്രോ റീസ്പോൺ അടിക്കണേ. ഇവിടെ ഒരു EMS വരൂല, ഒരു പോലീസും വരില്ല, ഒരു പറ്റേതും വരില്ല. ഈ സിറ്റുവേഷൻ അറിയാതെ 3 പേരെ ഇപ്പൊ ജീവനോടുള്ളൂ. ഒന്ന് ഞാൻ,
ഒന്ന് ഇവൻ ഒന്ന് അവൻ ഒന്ന് നീ ഒന്ന് മരിച്ചു നീ മനസ്സിലായോ? വാ, ആരും കാണാത്തടത്ത് നിന്നെ കൊണ്ടിടണം. ഒരു പട്ടിക്കുഞ്ഞു പോലും നിന്നെ തിരിഞ്ഞു നോക്കരുത്. ഈ സിറ്റുവേഷൻ അറിയാവുന്ന 3 പേരേ ഉള്ളു. ഒന്ന് ഞാൻ, ഒന്ന് ഉസ്മാൻ, ഒന്നിവൻ. പിന്നെ നീ റേഡിയോ കോള് പോകുന്ന വഴി കൊടുക്കുന്ന ആരും കണ്ടിട്ടില്ല. തെളിവുണ്ട്, വിത്ത് പ്രൂഫ് ഉണ്ടോടാ? പോയി ഇവൻ റേഡിയോ കോള് കൊടുത്ത എനിക്ക് എന്താ സിറ്റുവേഷൻ ആണ്. എന്താടാ കത്തിയിട്ടും പോന്നില്ലടാ. പോയിട്ട് ഈ സിറ്റുവേഷൻ അറിയാവുന്ന 3 പേരെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളു. ഒന്ന് ഉസ്മാൻ. ഉസ്മാൻ ഡയലോഗ് ഉസ്മാൻ എന്ന് പറഞ്ഞടാ. 2 ഡയലോഗാണ്. നീ അവന്റെ അടുത്ത് നിന്ന് പറ. അവനെ കുറിച്ച് പറയണം. അല്ല, ഈ കാര്യം അറിഞ്ഞിരിക്കുന്ന 3 പേരെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളു. ചെന്ന് പറയടാ അവന്റെ അടുത്ത്. പേരെന്തായിരുന്നു? പേര് സാമാനൊന്നും വേണ്ട, നീ പറ. ഈ സിറ്റുവേഷൻ അറിയാവുന്ന 3 പേരെ ഈ ഭൂമിയില് ജീവിച്ചു. ഒന്ന് കണ്ണാപ്പി, ഒന്ന് പേരറിയാത്തവൻ. കേട്ടോടാ, നീ പിന്നെ റേഡിയോ കോള് കൊടുത്തിട്ടില്ല, അതും നമ്മള് കണ്ട്. മനസ്സിലായോ? ഈ സിറ്റിയില് 3 പേരെ ഈ സിറ്റുവേഷൻ ഓർമ്മയുള്ളൂ. ഒന്ന് ഉസ്മാൻ, ഒന്ന് കണ്ണാപ്പി, ഒന്ന് ബാബായ്. ഉസ്മാൻ ഒന്ന് ഒരു മിനിറ്റ് പറഞ്ഞ എന്നോട് പറഞ്ഞടാ ഉസ്മാനെ. ഒന്ന് ഉസ്മാൻ, ഒന്ന് കണ്ണാപ്പി, ഒന്ന് പേരറിയാത്തവൻ. നീയല്ലേ അവന് പേര് പറഞ്ഞു കൊടുക്കാത്തത്? ഞാൻ എന്ത് കാണാ? നീ പേര് പറഞ്ഞു കൊടുക്കുന്നില്ല. കൊച്ചു പയ്യൻ അവനെ പേടിപ്പിക്കില്ലേ നീ ഇങ്ങനെ? ദേവക്കുട്ടിയല്ലേ? എന്താണ് ഇവ റീസ്പോൺ ചെയ്യാ? പോടാ കൊച്ചുകൊണ്ട്, നിന്നോട് പേര് പറഞ്ഞിട്ട് വേണ്ട എനിക്ക് സിറ്റി ജീവിക്കാൻ. പറയാനുള്ള പാവടാ ഉസ്മാൻ, പാവടാ. ഉസ്മാനെ പാവടാ. പേര് പറഞ്ഞോടാ. പോയി നീ ഇവൻ അഭിനയിക്കുന്നേടാ. നീ എത്ര വട്ടം എന്നെ വിളിക്കണ കേട്ടടാ. ഇവന് എന്നിട്ട് ചെവിക്ക് സ്വാധീനം ഇല്ലെങ്കിൽ അവൻ അറിയണ്ട. ഞാൻ പതുക്കെ പറഞ്ഞില്ല പേരെന്താന്ന്. പക്ഷെ അവന്റെ പേര് ബോബോയ്. നിങ്ങളൊന്ന് ഈ ചാറ്റിംഗ് ഒന്ന് നിർത്തി. ഈ ചാറ്റിംഗ് അല്ല, കോച്ചിങ് ഒന്ന് നിർത്തുവോ? മനസ്സമാധാനമില്ല. ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം ഓഡിയൻസ്. ഇവ റീസ്പോൺ അടിക്കൂലേ മച്ചു? ഇല്ല ഞാൻ പോവില്ലല്ലോ. 9 മിനിറ്റ് ഉണ്ട്. ഇനി 9 മിനിറ്റിന് ബാക്കിയുണ്ട്. റീസ്പോൺ അടിക്കണേ ബ്രോ, റീസ്പോൺ അടിക്കണേ. എന്താ മൂഞ്ചാനല്ലേ നിന്നെ കത്തിച്ചത് ഞാൻ? അവൻ കളിയാക്കുന്നടാ എന്നെ അങ്ങ്. നിന്നെ പൊക്കാൻ ഇവിടെ ഒരു EMS വരൂല, ഒരു മറ്റവനും നിന്റെ ഗ്യാങ്ങും വരൂല, ഒരു പോലീസ് വരൂല. അതൊക്കെ പ്രതീക്ഷ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇത് കണ്ണന്റെ പേരിലാടാ. ഇപ്പൊ റീസ്റ്റാർട്ട് ഉണ്ട് കേട്ടോ, വെച്ച് കീച്ചു കേട്ടാ. അത്രയ്ക്ക് വലിയ ബന്ധുക്കളിലോട്ടൊക്കെ പോണ പോയി. ഈ സിറ്റിയെ എന്റെ പേരിലാടാ. ഇത് വലിയ താമസമില്ല. മച്ചുവൻ പോവില്ല മച്ചുവേ. അവൻ പോവും. അമ്പക്കോളും. ഇല്ല പോയില്ലേ? റീസ്പോൺ അടിയടാ. വെയിറ്റ്. ഹലോ ബ്രോ. ഹലോ പറയ് ബ്രോ. കത്തിച്ചിട്ട് കൊറേ നേരമായി ഫോൺ അടിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ പിയോയില് പുള്ളി കത്തിയിട്ടില്ല.
ആണോ? എന്നാ അതാ ഇപ്പൊ കത്തിക്കാം. ഇപ്പൊ കത്തിക്കാമല്ലോ. രണ്ടു വട്ടം കത്തിച്ചു, രണ്ടല്ല മൂന്നോട്ടം കത്തിച്ചല്ലടാ. നമ്മുടെ വണ്ടി ആരാ മോട്ടിച്ചേട്ടാ? ഓട്ടറാ. നീ ഇവിടെ ഒരു ഹോൾസെയിലും ചെയ്യില്ല, ഒരു റീറ്റെയിലും ചെയ്യില്ല, ഒരു മറ്റേതും ചെയ്യില്ല. ഹലോ കണ്ണാപ്പി, വണ്ടി ഏതോ വണ്ടി കൊണ്ടുപോയെന്ന് ആറി ഇപ്പൊ ഞാൻ പിടിക്കടാ. ട്രാക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. വാടാ പോയി വാടാ.